നമസ്തേ. നരേന്ദ്രമോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കി കേന്ദ്രത്തിൽ NDA തുടർച്ചയായി മൂന്നാം വട്ടവും സർക്കാർ രൂപീകരിക്കും. ഇതോടെ മോദിയെ താഴെ ഇറക്കാമെന്ന സ്വപ്ന വ്യാപാരികളുടെ നീക്കം നിരാശയിൽ അവസാനിച്ചു. ഏച്ചുകെട്ടിയ ഇന്ത്യ എന്ന മുന്നണി പ്രതിപക്ഷത്തിരിക്കും. കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും BJP 240 സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി 328 ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ച കോൺഗ്രസിന് 99 എണ്ണം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. കേരളത്തിൽ താമര വിരിയില്ലെന്ന് പ്രഖ്യാപിച്ചവർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയായി. 20% പരം വോട്ട് വിഹിതം നേടിയ BJPയുടെ അഭൂതപൂർവമായ വളർച്ച രാഷ്ട്രീയ എതിരാളികളുടെ ഉറക്കം കെടുത്തുന്നു. നമുക്ക് വിശദമായി പരിശോധിക്കാം. 18ാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠങ്ങൾ എന്തെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്ക, BJP വക്താവ് അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ഇടത് മുന്നണിയുടെ പ്രതിനിധിയും RJD നേതാവുമായ സലീം മടവൂർ, കോൺഗ്രസ് വക്താവ് ഡോക്ടർ GV ഹരി എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മുന്നണി ഹാട്രിക് വിജയവുമായി അധികാരത്തിലെത്തുന്നത്. 1962 ശേഷം മൂന്നാമതും ഒരു പ്രധാനമന്ത്രി അധികാരത്തിൽ തിരികെ എത്തുന്നതും ആദ്യമായാണ്. ഇത് ഒരു ചില്ലറ കാര്യമല്ല. എങ്കിലും ജനാധിപത്യ മര്യാദകളെല്ലാം പാലിച്ച് നേടിയ മിന്നുന്ന വിജയത്തിൻ്റെ പൊലിമ കെടുത്തുന്ന പ്രചരണങ്ങളല്ലേ ഇപ്പോഴും നടക്കുന്നത്. പത്തിമടക്കി BJP പണി കൊടുത്ത ഇന്ത്യ മുന്നണി എന്നൊക്കെ പറയുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ? അതിപ്പോ ഇതിനെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, നരേന്ദ്രമോദി സർക്കാരിന് 2014-ലോ 2019-ലോ കിട്ടിയ അത്രയും ഭൂരിപക്ഷം കിട്ടിയില്ല. ദേശീയ ജനാധിപത്യ സഖ്യത്തിനെ ഭൂരിപക്ഷം കിട്ടിയുള്ളൂ. BJPക്ക് സ്വന്തമായി ഭൂരിപക്ഷം കിട്ടിയില്ല. അതുകൊണ്ട് മോഡിയും BJPയും അവകാശപ്പെട്ടതുപോലെ 400 കടക്കാൻ സാധിച്ചില്ല, 370 സീറ്റ് നേടാൻ പറ്റിയില്ല എന്നൊക്കെ പറയാം. ഇതിന് വേറൊരു വശമുണ്ട്. ഇന്ത്യയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി മൂന്നാം തവണയും അധികാരത്തിൽ തിരിച്ചെത്തുന്നത്. ഇത് വളരെ അധികം കാരണം ഇന്ത്യയിൽ ഇത് 3 മുഖ്യമന്ത്രിമാർക്കേ സാധിച്ചിട്ടുള്ളൂ. മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു സംസ്ഥാനം, ഒരേ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ, അപ്പോ അവിടെ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാണ്. ഇത് നിരവധി ഭാഷ സംസാരിക്കുന്ന, നിരവധി എന്താ പറയാ ജീവിത ശൈലികളുള്ള, മതവിഭാഗങ്ങളുള്ള, ജാതി വ്യവസ്ഥയുള്ള, ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നരേന്ദ്രമോദി ഏതാണ്ട് 5-8 സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന് പരിഭാഷകരെ വെച്ചിട്ടാണ് അദ്ദേഹം പൊതുയോഗങ്ങളിൽ സംസാരിക്കുന്നത്. കാരണം ഹിന്ദി മനസ്സിലാവില്ല ആൾക്കാർക്ക്. അപ്പൊ അത്രയും വിശാലമായ രാജ്യത്ത് ഇത് സാധിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. മറ്റൊരു കാര്യം, 1962 കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. കാരണം ഇന്ത്യയിലെ പ്രതിപക്ഷം വളരെ ദുർബലമായിരുന്നു. ജനസംഘം എന്ന് പറയുന്നത് 1962 ജനസംഘത്തിന്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10-11 സീറ്റേ ഉള്ളൂ. സ്വതന്ത്ര പാർട്ടി ഒരു ചെറിയ പാർട്ടിയാണ്, സോഷ്യലിസ്റ്റ് പാർട്ടി ഒരു ചെറിയ പാർട്ടിയാണ്. അതിനൊന്നും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒരു ശക്തിയൊന്നുമില്ല. ജനസംഘം ചില വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമേ ഉള്ളൂ. സോഷ്യലിസ്റ്റുകാര് പടിഞ്ഞാറ് ഭാഗത്തും ഉത്തർപ്രദേശ്, ബീഹാർ പോലുള്ള സ്ഥലങ്ങളിലും മാത്രമേ ഉള്ളൂ. സ്വതന്ത്ര പാർട്ടി ദക്ഷിണേന്ത്യയിലും മറ്റു ചില വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലും മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നെഹ്റുവിന്റെ അത്രയും തലയെടുപ്പുള്ള നേതാക്കന്മാരില്ല, അത്രയും സംവിധാനങ്ങൾ, കോൺഗ്രസിനുള്ള അത്രയും സംവിധാനങ്ങൾ ആർക്കുമില്ല. ഇന്നത്തെ കാലം അതല്ലല്ലോ. ഇവിടെ ശക്തമായ പ്രതിപക്ഷമുണ്ട്. പ്രാദേശിക പാർട്ടികൾ, BJP എതിർക്കുന്ന DMK പോലുള്ള, നമ്മുടെ സമാജ്വാദിയെ പാർട്ടിയെ പോലുള്ള, TMCയെ പോലുള്ള, RJDയെ പോലുള്ള, ശിവസേനയുടെ വിഭാഗങ്ങളെ പോലുള്ള അതിശക്തരായ പ്രാദേശിക പാർട്ടികളുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്.
അപ്പൊ ഇങ്ങനത്തെ ഒക്കെ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും അവരൊക്കെ ഒരുമിച്ച് നിന്നിട്ടും ദേശീയ ജനാധിപത്യ സഖ്യം മൂന്നാമതും ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു എന്നുള്ളത് സത്യത്തിൽ ഒരു ലോക അത്ഭുതമാണ്. ലോകം മുഴുവൻ വളരെ കൗതുകത്തോടെ നോക്കിക്കാണുകയാണ്. കാരണം ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് 100,000 പ്രശ്നങ്ങളുള്ള ഒരു രാജ്യം, മാത്രവുമല്ല കോവിഡിന്റെ 2 വർഷം അറിയാലോ, വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായിരുന്നു കോവിഡ്. അത്തരത്തിലൊക്കെ വലിയ മഹാമാരിയൊക്കെ വന്ന് ജനങ്ങൾ കഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും സർക്കാർ വിരുദ്ധ മനോഭാവം അതിശക്തമായിരിക്കണം. പക്ഷെ അതൊക്കെ ഉണ്ടായിട്ടും BJP ഗവൺമെന്റിന് ദേശീയ ജനാധിപത്യ സർക്കാർ തിരിച്ചു വരാൻ പറ്റി. മാത്രമല്ല പുതിയ മേഖലയിൽ ഇപ്പൊ ഒറീസയിലെ ഒരു പുതിയ സംസ്ഥാനം BJP കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. അവിടുത്തെ 21 ലോക്സഭാ സീറ്റിൽ 20 സീറ്റും BJP നേടിയിരിക്കുകയാണ്. പുതിയ ഒരു മേഖല സ്വന്തമാക്കി. അങ്ങനെ രാജ്യത്ത് വലിയ ഒരു എന്താ പറയാ ഒരു തെരഞ്ഞെടുപ്പിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കിയ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു മൂന്നാമതും അധികാരത്തിൽ വരാൻ സാധിച്ചു എന്നുള്ളത് അത് ഇന്ത്യയിൽ നെഹ്റുവിന് ശേഷം ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. ഇത് നരേന്ദ്രമോദി സർക്കാരിന്റെയും പ്രത്യേകിച്ച് മോഡി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെയും വലിയ ഒരു വിജയമായി തന്നെ നമ്മൾ കാണേണ്ടതാണ്. കുറ്റം പറയാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ അവർക്കൊന്നും ഇത് സാധിച്ചിട്ടില്ല. അടൽ ബിഹാരി വാജ്പേയിക്ക് സാധിച്ചില്ല, ഇന്ദിരാഗാന്ധിക്ക് സാധിച്ചില്ല, മൻമോഹൻ സിംഗിന് സാധിച്ചില്ല. മാത്രമല്ല മൻമോഹൻ സിംഗ് മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിന് പോയപ്പോ 44 സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയത്. ഇന്ദിരാഗാന്ധി മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിന് പോയപ്പോ ഇന്ദിരാഗാന്ധി വരെ തോറ്റുപോയി. അപ്പൊ അതുകൊണ്ട് ഇതൊരു വലിയ കാര്യം തന്നെയാണ്. ഇത് ജനങ്ങൾക്ക് നരേന്ദ്രമോദിയിലുള്ള അചഞ്ചലമായ വിശ്വാസം തന്നെയാണ് കാണിക്കുന്നത്. ഡോക്ടർ ജി വി ഹരി, നിതീഷ് കുമാർ ഞങ്ങളുടെ കൂടെ വരും, നായിഡു ഞങ്ങളുടെ കൂടെ വരും. ഇതാ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക്, അങ്ങനെയുള്ള സൂചനകളാണ് ഇപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ നൽകുന്നത്. പൊതുവേ കേരളത്തിലെ മാധ്യമങ്ങൾക്കാണല്ലോ ഇളക്കം കൂടുതൽ. ഇന്നലെ തന്നെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തിയ ഒരു പ്രതീതിയാണ് ജനിപ്പിച്ചത്. നോക്കൂ, ഇവിടെ നേരത്തെ അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ചുള്ള ഒരു മുന്നേറ്റമാണ് NDA നടത്തിയത്. ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റത്തെ ഒട്ടും വില കുറച്ച് കാണുന്നില്ല. പക്ഷേ 13 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കോൺഗ്രസ്സിന് ഒരു MP പോലുമില്ല. 328 സീറ്റുകളിൽ മത്സരിച്ചു, പക്ഷേ 99 സ്ഥലങ്ങളിൽ മാത്രമേ ജയിക്കാൻ സാധിച്ചുള്ളൂ. എങ്കിലും കോൺഗ്രസ് വിജയലഹരിയിലാണ്. അങ്ങനെ ആഹ്ലാദിക്കാൻ മാത്രം വകയുണ്ടോ? ഞാനിപ്പോൾ ഓർക്കുന്നത്, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി 52 സീറ്റുകളിലേക്ക് ഒതുങ്ങിയപ്പോൾ BJPയുടെ പ്രഖ്യാപിതമായ നിലപാടെന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നായിരുന്നു. താങ്കൾ അത് ഓർക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ. ഇപ്പോൾ കോൺഗ്രസ് ഇല്ലാതെ ഒരു ഭാരതം ഉണ്ടാക്കുക എന്ന പ്രഖ്യാപിത നയവും അത് ആവർത്തിച്ച് പ്രധാനമന്ത്രിയാണെങ്കിലും ശ്രീ അമിത്ഷാ ആണെങ്കിലും BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ രാജ്യം മുഴുവൻ പ്രചരിപ്പിച്ച ഒരു വലിയ അവരുടെ ഒരു അജണ്ട തന്നെയായിരുന്നു അത്. പക്ഷെ നമ്മൾ കാണുന്നത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഒരു ഭാഗത്ത് കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് BJP മുന്നോട്ട് പോയപ്പോൾ അധികാരത്തിൻ്റെ ശക്തി, മറ്റ് ഏജൻസികളുടെ ശക്തി, എല്ലാ തലത്തിലും ഈ തെരഞ്ഞെടുപ്പ് സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ഫ്രീ ആൻഡ് ഫെയർ ഒരു ഇലക്ഷൻ ആയിരിക്കണമെന്നുള്ളത്. നമ്മളൊന്ന് പരിശോധിച്ചാൽ അറിയാം എത്രത്തോളം ഫ്രീ ആയിരുന്നു, എത്രത്തോളം ഫെയർ ആയിരുന്നു. തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് പാർട്ടിയോട് ഇൻകം ടാക്സ് കൊടുക്കുന്ന കാര്യത്തെ അടക്കമുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിൽ നിന്ന് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് 99 സീറ്റുകളിലേക്ക് കോൺഗ്രസ്, 230 സീറ്റുകളിലേക്ക് ഇന്ത്യ മുന്നണിയും കടന്നു വരുമ്പോൾ അതിനകത്ത് വലിയ ആഹ്ലാദം ഒന്നുമില്ലെങ്കിൽ ഒരു ചെറിയ ആഹ്ലാദിക്കുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചെറുതായിട്ട് ആഹ്ലാദിച്ചു, ആ ഒരു ചെറിയ ആഹ്ലാദമേ ഞങ്ങൾക്കുള്ളൂ. അത് മാത്രമല്ല, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച 2-3 കാര്യങ്ങൾ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഒരു സമയത്ത് നമുക്കറിയാം. ആ ഇലക്ഷൻ്റെ കൗണ്ടിങ്ങിൻ്റെ ഒരു രാവിലെ ഒരു 10 മണിക്കുള്ള സ്റ്റേജിലൊക്കെ 260 എന്ന് പറയുന്ന തുല്യ ബലാബലത്തിലേക്ക് എത്തിയ ഒരു സമയമുണ്ട്.
അപ്പം അങ്ങനെ ഒരു 400 ഇസ്ബാർ എന്താണ് 400 പാർ എന്ന് പറയുന്ന ഒരു വലിയ ഒരു അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ടാണ് BJP മുന്നോട്ട് പോകുന്നത്. ഞങ്ങളാരുമല്ല, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എല്ലാ തെരഞ്ഞെടുപ്പ് വേദികളിലും പ്രഖ്യാപിച്ചത് ഇസ്ബാർ 400 പാർ എന്നുള്ളതാണ്. ഒരുപാട് തവണ പലരെയും കൊണ്ട് പറയിച്ചു. അവിടെ ഉണ്ടായിരുന്ന BJPയുടെ പ്രധാനപ്പെട്ട അണികളെ ഒക്കെ കൊണ്ട് അദ്ദേഹം 400 400 പാർ പറയിച്ചതൊക്കെ നമ്മൾ TV യിലൂടെ കണ്ടതാണ്. അതിൽ നിന്ന് ഇപ്പോൾ കാണുന്നത് നിതീഷ് കുമാറിനെയും അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ ചന്ദ്രബാബു നായിഡുവിൻ്റെയും സഹായത്തിന് വേണ്ടി അവരുടെ കത്തുകൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന BJPയുടെ ഒരു കാഴ്ച രാജ്യത്ത് കാണുമ്പോൾ ഇല്ല അതൊക്കെ കഴിഞ്ഞു. അല്ല, അത് ആയിക്കോട്ടെ, അതൊക്കെ കഴിഞ്ഞു. അത് അല്ലെങ്കിൽ ആ ഒരു കാഴ്ച കക്ഷി നേതാക്കൾ യോഗം ചേർന്നു, അതൊക്കെ കണ്ടെന്ന് നിങ്ങൾ പാലം വലിക്കും എന്ന് പറഞ്ഞ നിതീഷ് കുമാറാണ് ഇന്ന് യോഗത്തിൽ പങ്കെടുത്ത് അദ്ദേഹം പറഞ്ഞ എത്രയും പെട്ടെന്ന് സർക്കാർ രൂപീകരിക്കണം. അല്ല, അതായിക്കോട്ടെ, ഞാനത് കണ്ടു. അതിന്റെ കണ്ടതിന് ശേഷമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാഴ്ചയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു കാഴ്ച പോലും ഇപ്പോൾ പത്രങ്ങൾ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ കേരളത്തിലെ പത്രങ്ങൾ മാത്രമല്ല, രാജ്യത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് NDA യോഗം 1 മണിക്കൂർ കൂടുന്നതാണ്. അതിനു മുമ്പ് NDA യോഗം കൂടിയിട്ടില്ല, ഞാനല്ല റിപ്പോർട്ട് ചെയ്തത്, മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു തലത്തിലേക്ക് BJP എത്തിക്കുവാൻ രാജ്യത്തെ ജനങ്ങൾ, ഞങ്ങൾക്കല്ല, രാജ്യത്തെ ജനങ്ങൾക്കാണ് ഞാൻ ആ ക്രെഡിറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. രാജ്യത്തെ ജനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് രാജ്യത്തെ ജനങ്ങളെ അഭിനന്ദിക്കുവാൻ നമ്മൾ ഈ സ്വരം ഉപയോഗിക്കുകയാണ്. അവിടെയാണ് പറഞ്ഞത്. ഇപ്പോൾ ഇന്നലെ അനിൽ പറഞ്ഞല്ലോ, ഇതിപ്പം മാധ്യമങ്ങൾ പറഞ്ഞാണ് ഞങ്ങൾ ഇത് എന്താണ് ഇന്ത്യ സർക്കാർ രൂപീകരിക്കും എന്നുള്ളത്. വളരെ കൃത്യമായി ഇന്നലത്തെ മീറ്റിങ്ങിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ശ്രീ മല്ലികാർജ്ജുന ഖാർഗെയും അതോടൊപ്പം തന്നെ മുൻ പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധിയും പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഇന്ന് കൂടുന്ന ഞങ്ങളുടെ ഇന്ത്യ മുന്നണി യോഗത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ ആരംഭിച്ചു, പുരോഗമിക്കുകയാണ്. അതെ, ആ യോഗത്തിൽ ഞങ്ങളത് ചർച്ച ചെയ്യും. ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിനകത്തൊരു തീരുമാനം പറയുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ അത് കൃത്യമായി പറഞ്ഞു. അത് ഞങ്ങളാരും ഇത് രൂപീകരിക്കുമെന്നും പറഞ്ഞില്ല. കാരണം ഞങ്ങൾക്ക് പ്രതിപക്ഷത്ത് ഇരുന്ന് മുന്നോട്ട് പോകുന്നതിനൊരു പ്രയാസമില്ല. കാരണം രാജ്യത്തെ ജനങ്ങളുടെ മാൻഡേറ്റ് അങ്ങനെയാണെങ്കിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങൾ ആ മാൻഡേറ്റ് ഉൾക്കൊണ്ടില്ലേ. അപ്പോൾ 5 വർഷക്കാലം ഇപ്പോൾ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ പത്രങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഞങ്ങൾ തോറ്റെങ്കിലും ഞങ്ങൾ ജയിച്ചൊരു പ്രതീതിയാണ് ജനങ്ങൾക്കും ഞങ്ങൾക്കും. കാരണം ജയിച്ചെങ്കിലും തോറ്റ ഒരു പ്രതീതിയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. കാരണം 400-ൽ നിന്ന് 240-ലേക്ക് പോകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാരണം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത്രയും ശക്തി, അത്രയും പണം, അത്രയും സംവിധാനം 300-ലെത്തി. അതുകൂടെ ഡോക്ടർ GV ഹരി അങ്ങയുടെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. അതായത് 7 സ്വതന്ത്ര MP-മാർ അവർ കൂടെ പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ടോട്ടൽ ടാലി നോക്കുന്ന സമയത്ത് 300 NDA. അല്ല, അതിനകത്തൊരു അത്ഭുതമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, അതിനകത്തൊരു അത്ഭുതമുണ്ടോ? ഇവിടെ ഈ രാജ്യത്ത് അധികാരം പൂർണ്ണമായി എന്താണ് നമുക്കറിയാവുന്നതുപോലെ MLA-മാർ 40 MLA-മാർ ഉള്ള സ്ഥലങ്ങളിൽ പോലും അങ്ങനെ, അല്ലെങ്കിൽ ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥലത്ത് പോലും ആ ഉള്ള സർക്കാരിനെ തള്ളിയിട്ട് അധികാരത്തിലേക്ക് വരുന്നൊരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഇപ്പോൾ ഒരു 300 സീറ്റിൽ എത്താൻ, പ്രത്യേകിച്ച് അവർക്ക് അവരുടെ മുന്നണിക്ക് തന്നെ എന്താണ് 272 എന്ന് പറയുന്ന മാജിക് നമ്പർ അതിന് മുകളിലേക്ക് വരുമ്പോൾ പിന്നെ അതൊന്നൊരു വലിയൊരു കാര്യമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇത്രയേ ഉള്ളൂ, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ നമ്മുടെ രാജ്യത്തിൻ്റെ ജനങ്ങളെയും നമ്മൾ ഒരു കാരണവശാലും അവരെ നമ്മൾ പുച്ഛിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവരെ നമ്മൾ കുറച്ച് കാണാൻ പാടില്ല എന്നുള്ള വലിയൊരു സന്ദേശം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ്. അല്ല, പക്ഷേ രാജ്യത്തെ താങ്കൾ പറയുന്ന ഈ ജനങ്ങൾ ആഗ്രഹിച്ചത് വീണ്ടും NDA അധികാരത്തിലെത്തണം എന്നല്ലേ? ആ ഒരു മാൻഡേറ്റ് അല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്? അല്ല, ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്തൊരു സംശയമില്ല, അങ്ങനെ ഒരു മാൻഡേറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് കുറ്റം പറയുന്നില്ല, നമ്മൾ അതിനെ കുറ്റപ്പെടുത്തുന്നില്ലല്ലോ. വിജയിച്ചതിനെക്കുറിച്ചും അല്ലെങ്കിൽ സീറ്റുകൾ നേടിയതിനെക്കുറിച്ചും വീണ്ടും സർക്കാർ വരുന്നതിനെക്കുറിച്ചുമുള്ള കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇസ്ബാർ 400 എന്ന് പറയുന്ന ആ ഒരു തലത്തിൽ നിന്ന് നമ്മൾ 200 അല്ലെങ്കിൽ ഒരു മാജിക് നമ്പറിലേക്ക് എത്താനുള്ളൊരു പെടാപ്പാട്, പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യം ഭരിച്ച എല്ലാ സംവിധാനങ്ങളും കയ്യിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കും, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കാൻ, കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ഇല്ലാതാകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെറും 52 MP-മാർ മാത്രമുള്ള വലിയ ശക്തനല്ലാത്ത, അല്ലെങ്കിൽ ശക്തനല്ലെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന നേതാക്കന്മാരുള്ള കോൺഗ്രസ് പാർട്ടിക്ക് ഈ തരത്തിൽ ഇന്ത്യ മുന്നണിക്ക് NDA വിറപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന തലത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു സന്തോഷം, അതിനകത്തൊരു വേറെ തരത്തിലുള്ള പറയുന്നത്, ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. അല്ല, നിങ്ങളുമായിട്ട് സഹകരിക്കാതിരുന്ന മമതയെ കൂടി കൂട്ടിയാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ മുന്നണിയിൽ ഉണ്ടായിരുന്നാണല്ലോ, ഇല്ലെന്ന് അവരെങ്ങനെയാ മത്സരിച്ചത്? അല്ല, എങ്ങനെ മത്സരിച്ചോട്ടെ, ഞങ്ങളുടെ മുന്നണിയിൽ നിന്നുകൊണ്ടാണല്ലോ ഒരു മത്സരിച്ചത്, അല്ലാന്നൊരു പറഞ്ഞില്ലല്ലോ.
പല കാരണങ്ങൾ അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊരു വലിയേട്ടൻ മനോഭാവം ഒന്നും ഒരിടത്തും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പല സീറ്റുകൾ ഞങ്ങൾ കഴിഞ്ഞ ചർച്ചയിലും അന്നറിയാമല്ലോ, ഞാൻ പറഞ്ഞതാണ്, പല സീറ്റുകൾക്കും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ പോയിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ അജണ്ടയ്ക്ക് വിട്ടുവീഴ്ചകൾ ആവശ്യമാണ്. ആ വിട്ടുവീഴ്ചകൾക്കനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ശ്രീജിത് പണിക്ക ഇന്നലെ സംസാരിച്ചതാണ് 400 പാർ, അതാണ് ഏറ്റവും വലിയ അപരാധം. അതിലാണ് ഇപ്പോഴും ഇന്ത്യ മുന്നണിയുടെ വക്താക്കൾ അതാണിപ്പോഴും പ്രൊജക്റ്റ് ചെയ്യുന്നത്. എന്തിനങ്ങനെ പറഞ്ഞു, എന്നിട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റിയില്ലല്ലോ? ശ്രീനിൽ, ശരിയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞത് ഇതേ പോയിന്റാണ്. അതായത് 400 പാർ എന്ന രീതിയിലത്തേക്ക് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുകയും അതൊരു ഇന്റേണൽ ടാർഗറ്റ് എന്നതിനപ്പുറത്തേക്ക് നാട്ടുകാരോട് വോട്ടർമാരോട് പ്രഖ്യാപിക്കുകയും ചെയ്യുകയും നിരവധി തെരഞ്ഞെടുപ്പ് വേദികളിൽ ഇത് ആവർത്തിക്കുകയും അത് ഒരുപക്ഷെ പ്രതിപക്ഷം കൂടി ഏറ്റെടുത്തുകൊണ്ട് ആ നിലയ്ക്കാണ് BJP അധികാരത്തിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം അങ്ങനെ ഒരു 3/2 ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അവർ ഭരണഘടനയെ തന്നെ ഇല്ലാതെയാക്കും എന്ന രീതിയിലുള്ള ഒരു പ്രചരണം കൂടി അതോടെ നടന്നിട്ടുണ്ട്. അതൊക്കെ ഇലക്ട്രേറ്റിനെ ഒരു പരിധിവരെ സ്വാധീനിച്ചിരിക്കാം എന്നുള്ളതാണ് ഒരു പക്ഷേ ഫലങ്ങൾ കാണിക്കുന്നത്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഈ നമ്പർ 400 എന്ന് പറയുന്ന നമ്പർ നമുക്ക് മനഃശാസ്ത്രപരമായിട്ട് ഓരോ ആൾക്കാരെയും ബാധിച്ചിട്ടുണ്ട്. അത് ഭരണപക്ഷത്തിനെ ആണെങ്കിലും പ്രതിപക്ഷത്തിനെ ആണെങ്കിലും ഈ രണ്ട് കക്ഷികളെയും അനുകൂലിക്കുന്ന ആൾക്കാരെ ആണെങ്കിലും മാധ്യമപ്രവർത്തകരെ ആണെങ്കിലും ഒക്കെ തന്നെ അത് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 400ലേക്ക് BJP എത്തിയിട്ടില്ല എങ്കിൽ ഇപ്പൊ 350 360 നേടിയാൽ പോലും, ഈ എക്സിറ്റ് പോളുകൾ പറയുന്നത് പോലെയുള്ള ഒരു സംഖ്യയിലേക്ക് വന്നാൽ പോലും അത് BJPയുടെ ടാക്ടിക്കലായിട്ടുള്ള ഒരു പരാജയമാണ് എന്ന നിലയ്ക്ക് മാത്രമേ പ്രതിപക്ഷം എപ്പോഴും പറയുകയുള്ളൂ എന്നുള്ളത് നിശ്ചയമായിരുന്നു. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മജോറിറ്റി BJPക്ക് കിട്ടിയെന്ന് കരുതിക്കോളൂ. ഇപ്പൊ 280 സീറ്റ് BJPക്ക് മാത്രമായിട്ട് കിട്ടിയെന്ന് കരുതുക. എന്നിട്ട് സഖ്യത്തിന് മൊത്തം കൂടെ ചേർത്തിട്ട് ഒരു 320 330 സീറ്റിലേക്ക് എത്തിയെന്ന് കരുതുക. എങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞിരിക്കുന്ന 400 എന്ന് പറയുന്നത് എത്തിയിട്ടില്ല, അതിൽ നിന്ന് വളരെ കാര്യമായിട്ട് കുറയ്ക്കാനായിട്ട് ഞങ്ങൾ സാധിച്ചു എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രചരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ BJPയെ തന്നെ അല്ലെങ്കിൽ NDA തന്നെ കുറ്റം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഈ 400 എന്ന് പറഞ്ഞിരുന്ന ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നതിൽ. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വന്നാൽ, ഇപ്പോൾ പല ആൾക്കാരും വളരെ ഹൈ ആയിട്ട് നിൽക്കുകയാണ്, റിയാലിറ്റിയിലേക്ക് തിരിച്ചു വന്നാൽ രാജ്യത്ത് ഭരണപരമായിട്ട് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിനെ വളരെ കാര്യമായിട്ട് എതിർത്തതിന് ശേഷവും 10 വർഷത്തെ തുടർച്ചയായിട്ടുള്ള ഭരണം NDAക്ക് അല്ലെങ്കിൽ BJPക്ക് കിട്ടിയതിന് ശേഷവും ഇപ്പോ എല്ലാ ആൾക്കാരും ഇത് അവരവരുടെ വിജയമാണ് എന്ന രീതിയിലത്തേക്ക് ആഘോഷിക്കുകയാണ്. സാധാരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു കക്ഷി എല്ലായ്പ്പോഴും നിരാശരാകുന്നതാണ് കാണുന്നത്. പക്ഷെ ഇവിടെ എല്ലാവരും സന്തോഷിക്കുകയാണ്. പക്ഷെ ആ സന്തോഷം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുറച്ചൊന്ന് റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആർക്കെങ്കിലും അമിതമായിട്ട് സന്തോഷിക്കേണ്ടത് ആവശ്യമുണ്ടോ പ്രതിപക്ഷ നിലയിൽ എന്നുള്ളത് ആലോചിച്ച് നോക്കുക. രാജ്യത്തൊന്നും തന്നെ മാറുന്നില്ല. ഏത് ഭരണകൂടമാണോ ഭരിച്ചിരുന്നത് ആ ഭരണകൂടം തുടരും. ആരായിരുന്നോ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയെ തന്നെ അവരുടെ നേതാവായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം തന്നെ തുടരും. ഏത് പ്രധാനപ്പെട്ട പാർട്ടിയായിരുന്നോ പ്രതിപക്ഷത്തുണ്ടായിരുന്നത് ആ പാർട്ടി അങ്ങനെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിട്ട് അവിടെ നിൽക്കും. ഇതിൽ വ്യത്യാസമൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. രണ്ടു ഭാഗത്തും പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരൊക്കെ തോൽക്കുകയും അപ്രതീക്ഷിതമായിട്ട് ചിലരൊക്കെ ജയിക്കുകയും ഒക്കെ ചെയ്തു എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തൊന്നും തന്നെ മാറാൻ പോകുന്നില്ല. അപ്പൊ എന്റെ സംശയം BJPയുടെ ടാലി കുറയ്ക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടായിരുന്നോ ഇവിടെ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയത്? അതിനു വേണ്ടിയിട്ടായിരുന്നോ അവർ മത്സരിച്ചിരുന്നത്? അത് കണ്ടു കഴിഞ്ഞാൽ അവർക്കൊന്ന് ഭരണത്തിലേക്ക് വരുന്നത് അവരായിരിക്കും, പക്ഷെ അവരുടെ ടാലി ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൽ തൃപ്തരാണ് എന്നുള്ളതായിരുന്നോ കോൺഗ്രസിന്റെ താല്പര്യം എന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, BJPയുടെ ഇത് കുറയുമ്പോൾ പോലും രാജ്യം ഭരിക്കാൻ ആവശ്യമായിട്ടുള്ള 272 വളരെ മുകളിലാണ് അവരുടെ ഇപ്പോഴുമുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള അവരുടെ ഒരു സീറ്റിംഗ് മൊത്തത്തിലുള്ള കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ. നേരെ മറിച്ച് എക്സിറ്റ് പോളുകൾ വന്നതിന് ശേഷവും രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞത് എത്രയാണ്? 295. നിങ്ങൾ സിദ്ധു മൂസേവാലയുടെ പാട്ട് കേട്ടിട്ടില്ലേ? 295 എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ആ 295 എന്ന് പറയുന്ന ടാർഗറ്റിൽ നിന്ന് എത്രയും താഴെയാണ് അവർ വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കുക. ഇപ്പൊ ഈ പറയുന്നത് പോലെ ആരെങ്കിലും അടർത്തിയെടുക്കുക എന്ന രീതിയിലത്തേക്ക് നമ്മുടെ നാട്ടിലടക്കം മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഇപ്പോ TDPയെയോ അല്ലെങ്കിൽ JDUവിനെയോ ഒക്കെ അടർത്തി മാറ്റാനായിട്ട് പോയി കഴിഞ്ഞാൽ, അങ്ങനെ അടർത്തി മാറ്റുന്ന സമയത്ത് BJP ചെയ്താൽ അതിനെ കുതിരക്കച്ചവടക്കം എന്നാണ് വിളിക്കുന്നത്. ഇതിനെന്താ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ അടർത്തി മാറ്റുകയാണ് എങ്കിൽ പോലും പല കക്ഷികളെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അവർക്ക് ആ 272ലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ സർക്കാർ ഉണ്ടാക്കാനായിട്ട് പ്രതിപക്ഷ സഖ്യത്തിന് നിലവിൽ സാധ്യമല്ല.
അത് ഒരുപക്ഷെ ഈ പറയുന്ന ആൾക്കാർക്കും അറിയാം. ഇപ്പൊ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഏത് പക്ഷത്തും പോകുന്നതിന് പ്രത്യേകിച്ച് വിമുഖതയൊന്നുമുള്ള ആൾക്കാരല്ല. പക്ഷേ അവരെ സംബന്ധിച്ചിട്ടാണെങ്കിലും അവരുടെ താല്പര്യങ്ങൾ, അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പ്രിവിലേജ് അവരുടെ സ്റ്റേറ്റിന് കിട്ടണം, അല്ലെങ്കിൽ ഇത്ര ക്യാബിനറ്റ് മന്ത്രിമാർ വേണം തുടങ്ങിയ താല്പര്യങ്ങൾ അവർക്കുണ്ടെങ്കിൽ ഒരു ലോങ് ടൈമിൽ സസ്റ്റൈനബിൾ ആയിട്ട് അത് നേടിയെടുക്കാൻ കഴിയുന്നത് BJP-യോടൊപ്പം നിൽക്കുമ്പോഴാണ് എന്നുള്ളത് ഉറപ്പുമാണ്. കാരണം 240 സീറ്റ് BJP-ക്ക് മാത്രമായിട്ടുണ്ട്. അത് ഒരു റിയാലിറ്റിയാണ്. അപ്പൊ ആ റിയാലിറ്റി അതാണ് എന്നിരിക്കെ തന്നെ കോൺഗ്രസ് എന്തിനാണ് ഈ സീറ്റ് കുറയുന്ന സമയത്ത് അധികാരത്തിൽ അവർ തന്നെ തുടർച്ചയായിട്ട് വരികയാണ്. അപ്പൊ 15 വർഷം NDA-ക്കുള്ള മാൻഡേറ്റ് ആണ് എന്നത് വന്നതിന് ശേഷവും എന്തിനാണ് സെലിബ്രേറ്റ് ചെയ്തത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ മറ്റൊന്ന് എനിക്ക് കൗതുകകരമായിട്ട് തോന്നിയത്, അല്പം മുമ്പ് ശ്രീ GV ഹരി സംസാരിച്ചപ്പോൾ അദ്ദേഹം നടത്തിയിരുന്ന ഒരു പരാമർശമാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ വലിയ കംഫർട്ടായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന നരേന്ദ്രമോദി, 2 ടൈമായിട്ട് അങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്ന നരേന്ദ്രമോദി സഖ്യകക്ഷികളുടെ കത്തിനായിട്ട് കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അതെന്തോ ഒരു സ്റ്റാറ്റസ് കുറവ് പോലെ ആണ് അദ്ദേഹം പറയുന്നത്. അതാണ് അദ്ദേഹം പറയുന്നതിലെ ധ്വനി. എന്ന് മുതലാണ് കോൺഗ്രസിന് ഈ സഖ്യകക്ഷികളെ ഇങ്ങനെ അത്ര താല്പര്യമില്ലാത്ത രീതിയിലേക്ക് കാണാൻ തുടങ്ങിയത്? എന്ന് മുതലാണ് സഖ്യകക്ഷികളോട് ഈ രീതിയിലുള്ള ഒരു വിമുഖത അല്ലെങ്കിൽ ഒരു പുച്ഛം കോൺഗ്രസിന് ഉണ്ടായി തുടങ്ങിയത്? കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ സഖ്യമല്ലേ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത്. അതിലുള്ള ഒരു സീറ്റ് കിട്ടിയിരിക്കുന്ന ആളിനെ പോലും കോൺഗ്രസിന് അത്രത്തോളം സ്നേഹമാണ്. അപ്പോഴാണ് 240 കിട്ടിയിരിക്കുന്ന ഒരാൾ 12ഓ 16ഓ സീറ്റുള്ള മറ്റൊരാളുമായി ചർച്ച നടത്തുന്നതിനെ അവരുടെ കത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു എന്ന് പറയുന്നത്. ഇതിപ്പോ കത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയായിരുന്നില്ല. നേരെ മറിച്ച് ഡൽഹിയിൽ ഈ NDA മുന്നണിയുടെ മീറ്റിംഗ് വിളിക്കുന്നു. ആ മീറ്റിംഗിലേക്ക് ഈ ആൾക്കാരെല്ലാവരും തന്നെ അവിടെ എത്തുന്നു. എത്തിയതിനു ശേഷം അവിടെ പ്രധാനപ്പെട്ട നേതാവായിട്ട് അവര് നരേന്ദ്രമോദിയെ തന്നെ തെരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ജനങ്ങളുടെ ആഗ്രഹം, മാൻഡേറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോ ഇതിൽ അസ്വാഭാവികമായിട്ട് BJP-ക്ക് എന്തെങ്കിലുമില്ല. നേരാണ്, അവർക്ക് സ്വന്തമായിട്ട് 272 എന്ന് പറയുന്ന നമ്പർ ക്രോസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അത് സ്വാഭാവികവുമാണ്. കാരണം 2014-ലും 19-ലും പ്രതിപക്ഷ നിരയിൽ ഒരു BJP വിരുദ്ധ വോട്ട് ചെയ്യുന്നയാളിന് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുക? ഇപ്പൊ ഉത്തർപ്രദേശിലെ കേസ് എടുത്തു കഴിഞ്ഞാൽ BJP-ക്ക് അല്ല എന്റെ വോട്ട് എങ്കിൽ ആ വോട്ട് കൊടുക്കുന്നത് ജയസാധ്യതയുള്ള ആർക്ക് ഞാൻ കൊടുക്കണം? BSP-ക്ക് കൊടുക്കണോ, SP-ക്ക് കൊടുക്കണോ, കോൺഗ്രസിന് കൊടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. ഇത്തവണ ആ കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ അവിടെ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷ സഖ്യമുണ്ട്. 2 പാർട്ടികൾ മത്സരിക്കുന്നത് പോലെയുള്ള ഒരു സാഹചര്യം അവരിവിടെ ഉണ്ടാക്കി. അപ്പൊ BJP വിരുദ്ധ വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാനായിട്ട് ഒരാളുണ്ട്. അങ്ങനെ രാജ്യത്തുള്ള ഏതാണ്ട് എല്ലാ പ്രതിപക്ഷ കക്ഷികളെയും ചേർത്തുകൊണ്ട് ഒരു മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഈ കിട്ടിയിരിക്കുന്ന 235 എന്നൊക്കെ പറയുന്ന നമ്പർ എന്ന് പറയുന്നത് അവരുടെ പരമാവധിയാണ്, നിലവിലുള്ളതിന്റെ പരമാവധിയാണ്. ആ പരമാവധിയും ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു മാൻഡേറ്റ് ആയിട്ട് വരുന്നില്ല. നേരെ മറിച്ച് BJP-യെ സംബന്ധിച്ചിടത്തോളം അത്രയും ശക്തമായിട്ടുള്ള പ്രതിപക്ഷം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സീറ്റ് കുറയുന്നു. പക്ഷെ എങ്കിൽ പോലും അവര് സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രീപോൾ അലയൻസ് വെച്ചിട്ടാണ്. അല്ലാതെ ഒരു റിസൾട്ട് വന്നതിന് ശേഷം എങ്കിൽ എനിക്ക് ഇന്നയാളിന്റെ 10 സീറ്റ് വേണം, മറ്റേ ആളിന്റെ 15 സീറ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചകൾ നടത്തിയതിനു ശേഷമല്ല. നേരെ മറിച്ച് പ്രീപോൾ അലയൻസ് അവിടെ ഉണ്ട്. നമുക്കറിയാമല്ലോ, രാഷ്ട്രപതി തന്നെ വിളിക്കുന്നത് 1 ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, 2 ഏറ്റവും വലിയ പ്രീപോൾ അലയൻസ്. അതിനുശേഷമേ പോസ്റ്റ്പോൾ അലയൻസിനുള്ള സാധ്യതകൾ പോലും രാഷ്ട്രപതി ഒരു സർക്കാർ രൂപീകരണത്തിന് വേണ്ടിയിട്ട് ആരായുകയുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ BJP-ക്ക് അതിൽ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടോ? ഓഫ് കോഴ്സ് അവർക്ക് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ രീതിയിലുള്ള നഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ പ്രീപോൾ അലയൻസ് ഒക്കെ, അല്ലെങ്കിൽ ക്ഷമിക്കണം, ഈ എക്സിറ്റ് പോളുകളൊക്കെ പറഞ്ഞിരുന്ന രീതിയിലത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പല ആൾക്കാരും രഹസ്യമായും പരസ്യമായും സംബന്ധിച്ചതുപോലെ 65-70 സീറ്റുകളിലേക്ക് BJP വരുമായിരുന്നുവെങ്കിൽ ഈ സിംഗിൾ മെജോറിറ്റി എന്ന് പറയുന്നതിലേക്ക് അവർക്ക് എത്താനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പൊ BJP ഇവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആത്മപരിശോധന കാര്യമായ രീതിയിൽ നടത്തണമെങ്കിൽ അത് ഉത്തർപ്രദേശിൽ എന്ത് സംഭവിച്ചു എന്നതിനെ പറ്റിയാണ്. പക്ഷേ ദേശീയമായി നമ്മൾ ചിന്തിക്കുമ്പോൾ, നാഷണൽ ലെവലിൽ ചിന്തിക്കുന്ന സമയത്ത് ദേശീയ ജനാധിപത്യ സഖ്യം എന്ന് പറയുന്ന അവരുടെ പ്രീപോൾ അലയൻസിന് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതൊരു സുസ്ഥിര ഭരണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. തന്നെയുമല്ല, ഒരു കാര്യം കൂടി അഡീഷണൽ ആയിട്ട് പറഞ്ഞു നിർത്തിയാൽ, BJP-യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സിംഗിൾ മെജോറിറ്റി ഉള്ളപ്പോൾ ഏതൊരു നിയമവും അവരുടെ മാത്രം താല്പര്യങ്ങൾക്ക് അനുസരിച്ച്, അവരുടെ മാത്രം ഐഡിയോളജിക്ക് അനുസരിച്ച് ചർച്ച ചെയ്തിട്ട് അത് കൊണ്ടുപോയി അവതരിപ്പിക്കാമായിരുന്നു. സഖ്യകക്ഷികളെ പോലും ഒരുപക്ഷെ വിശ്വാസത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല. ജനാധിപത്യത്തിൽ അത് ശരിയല്ല എങ്കിലും. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. ഇവരോടൊപ്പം തന്നെ ഇഫക്റ്റീവ്ലി പ്രതിപക്ഷം പോലെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് നിതീഷ് കുമാർ ആണെങ്കിലും അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡു ആണെങ്കിലും ഒക്കെ എന്ന് നമുക്കറിയാം. അപ്പൊ എന്തായാലും അവരെ കൂടി കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ അപ്പുറത്തെ പ്രതിപക്ഷ ബെഞ്ചിൽ നിന്നുണ്ടാകുന്ന പല ചോദ്യങ്ങളും ഒരുപക്ഷെ നേരത്തെ തന്നെ ക്ലോസ്ഡ് ഡോറിനുള്ള മീറ്റിങ്ങുകളിൽ ചർച്ച ചെയ്യപ്പെട്ട് അത് പരിഹരിച്ചതിന് ശേഷം കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ബില്ലുകൾ അവതരിപ്പിക്കാനായിട്ട് ഒരുപക്ഷെ BJP-ക്ക് സാധിക്കുകയും ചെയ്താൽ അവരുടെ ജനകീയ അടിത്തറ എന്ന് പറയുന്നത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും കൂടി മനസ്സിലാക്കുക. സലീം മടവു, നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ
ഇടതുമുന്നണിയുടെ അവസ്ഥ പരിതാപകരമാണ്. ആലപ്പുഴയിലുണ്ടായിരുന്ന കനലൊരു തരി ആലത്തൂരിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. അതുമാത്രമാണ് നിങ്ങളുടെ വിജയം ആയിട്ട് കാണാൻ പറ്റൂ. മാത്രമല്ല, ഇവിടെ ബി ജെ പിയുടെ വളർച്ചയെ എങ്ങനെ കാണുന്നു? 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്താണ് ബി ജെ പി. അതിനെ ഒരു പക്ഷേ ഒറ്റപ്പെട്ട സംഭവമെന്നോ താൽക്കാലിക പ്രതിഭാസം എന്നോ ഒക്കെ വിലയിരുത്താം. 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്താണ് ബി ജെ പി. മാത്രമല്ല, കേരളത്തിൽ താമര വിരിയില്ല, ഒരു കാരണവശാലും അതിന് അനുവദിക്കില്ല എന്ന് കഴിഞ്ഞ ചർച്ചയിൽ പോലും സലീം മടവൂർ പറയുകയുണ്ടായി. പക്ഷേ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. എങ്ങനെ വിലയിരുത്തുന്നു സലീം മടവൂർ? ഇത് കേരളത്തിലെ ഒരിക്കലും മതേതര ചിന്താഗതിക്കാർക്ക് സന്തോഷിക്കാനുള്ള വകയില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP-യുടെ താമര വിരിഞ്ഞു എന്ന് പറയുമ്പോൾ തൃശ്ശൂരില് അത് ഏത് സാഹചര്യത്തിലാണെന്നുള്ളത് കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഒരിക്കലും തൃശ്ശൂരിലെ ഒരു സാഹചര്യത്തില് സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാനത്ത് സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂരില് ഇന്ത്യയിലെ മതവിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതിനിധി, അതിന്റെ വക്താവ് ജയിച്ചു വന്നു എന്നുള്ളത് സ്വാഭാവികമായി ഞങ്ങളൊക്കെ വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അത് ഏത് സാഹചര്യത്തിലാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു, തിരുത്തലുകൾ വരുത്തും, വേണ്ട പരിശോധന ഉണ്ടാവും. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ തനിയാവർത്തനാണ് ഏതാണ്ട് ഉണ്ടായിരിക്കുന്നത്. അത് കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ, ഒരു വിഭാഗം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കോൺഗ്രസിന് വോട്ട് ചെയ്താൽ മാത്രമേ ദേശീയ തലത്തിൽ കാര്യമുണ്ടാവൂ എന്നുള്ളൊരു പ്രചരണം, അതായത് ഇടതുപക്ഷം സംഘപരിവാറിന്റെ അല്ലെങ്കിൽ വിദ്വേഷ രാഷ്ട്രീയത്തിന്, വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ഉയർത്തിവിട്ട പ്രചരണം, ആ പ്രചരണത്തിന്റെ സ്കോറിംഗ് നടത്തിയത് കോൺഗ്രസും UDF ആണെന്നുള്ളതാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് BJP-യുടെ വർഗീയ രാഷ്ട്രീയത്തിന്റെ വോട്ടുകൾ ഒരു ഭാഗത്തേക്ക് ധ്രുവീകരിക്കപ്പെട്ടു. അതിനിടക്ക് യഥാർത്ഥ മതേതര മുദ്രാവാക്യം ഉയർത്തിയ, അല്ലെങ്കിൽ ഇതിനൊക്കെ കൃത്യമായിട്ട് വോട്ട് കിട്ടിയാലും ഇല്ലെങ്കിലും, സീറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും, ജയിച്ചാലും തോറ്റാലും ഒരേ നിലപാട് തുടരുന്ന രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം. അല്ല, തൃശ്ശൂരുകാർ മുഴുവൻ ഇന്നലെ മുതൽ വർഗീയവാദികളായി മാറിയല്ലേ നിങ്ങളുടെ കണ്ണിൽ? ഞാൻ പറയട്ടെ ഈ 19 സീറ്റും തോറ്റാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് ഒന്നും മാറാൻ വേണ്ടി പോകുന്നില്ല. ചില ആളുകളൊക്കെ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് പറഞ്ഞു, എന്തിനാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നിലപാടുകൾ, അതായത് പൗരത്വ ഭേദഗതി ബില്ലില്, അതേപോലെ തന്നെ രാജ്യത്ത് മറ്റുള്ള പ്രശ്നങ്ങളിലൊക്കെ തന്നെ, അതായത് 370-ാം വകുപ്പ് തുടങ്ങിയ വിഷയങ്ങളിൽ എന്തിനാ ഇടതുപക്ഷം ഇത്രയും ശക്തമായി ഇടപെട്ടത്, അതുകൊണ്ടാണ് വോട്ട് പോയതെന്ന് ചില ആളുകളൊക്കെ പറഞ്ഞു. ഇടതുപക്ഷം അങ്ങനെ വോട്ട് കിട്ടിയത് കൊണ്ടോ വോട്ട് കിട്ടാത്തത് കൊണ്ടോ നിലപാട് മാറ്റുന്ന രാഷ്ട്രീയം അല്ലല്ലോ. ഇവിടെ 20 സീറ്റ് അങ്ങ് തോറ്റുപോയാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ നിലപാടാണ് പ്രധാനം. അത് ജയിക്കട്ടെ തോൽക്കട്ടെ, 4 സീറ്റ് അടുത്ത തെരഞ്ഞെടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള നിലപാട് മാറ്റി അതിനെ പണയം വെച്ചുകൊണ്ട് മറ്റൊരു നിലപാടെടുക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ സ്വഭാവമല്ല. അതുകൊണ്ട് ഇടതുപക്ഷം ഇന്നത്തെ നിലപാടുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അത് വോട്ട് കിട്ടുന്നതിനോ വോട്ട് കിട്ടാതിരിക്കുന്നതിനോ അല്ല. ഇന്ത്യയിലെ ഒരു ഉത്തരവാദിത്വമുള്ള, ഭരണഘടനയോട് കൂറുള്ള, മതേതര ഇന്ത്യയുടെ സുരക്ഷിതമായ നിലനിൽപ്പിന് നല്ല ഉത്തമമായ ഉത്തരവാദിത്വമുള്ള ഇടതുപക്ഷ മതേതര രാഷ്ട്രീയം അത് നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകും. അതിനുവേണ്ടി മറ്റ് മാറ്റിത്തിരുത്തലുകളൊന്നും ഉണ്ടാവില്ല. അതൊക്കെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളാണ് ഇവിടെ സീറ്റിന് വേണ്ടിയിട്ട് നിലപാട് മാറ്റാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല? ഫൈസാബാദ് എന്ന് പറയുന്ന അയോധ്യയുള്ള നിയോജക മണ്ഡലത്തില് അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടാത്ത പ്രധാന ഒരു പ്രശ്നമുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പിൽ അവിടെ അവധേഷ് പ്രസാദ് എന്ന് പറയുന്ന SP-യുടെ സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവധേഷ് പ്രസാദ് ഒരു ദളിതനാണ്. ഒരു ദളിതനായ സ്ഥാനാർത്ഥി അവിടുത്തെ സിറ്റിംഗ് MP ലല്ലു സിംഗിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ ജനങ്ങള്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ നിന്ന് ഇന്ത്യയിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പ്രസിഡന്റിനെ മാറ്റി നിർത്തിയപ്പോ ആ വിഭാഗത്തിലുള്ള ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന വലിയൊരു പ്രതിഷേധം കൂടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ BJP-യുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ, ഒരു BJP-യുടെ സിറ്റിംഗ് MP പരാജയപ്പെടുത്താൻ SP ഇറക്കിയ അവധേഷ് പ്രസാദ് എന്ന് പറയുന്ന ഒരു ദളിത് സ്ഥാനാർത്ഥിയെ BJP 54,000 വോട്ടിന് വിജയിപ്പിച്ചുകൊണ്ടൊരു മാറ്റം ഉണ്ടായിരിക്കുന്നു. അതേപോലെ തന്നെ മണിപ്പൂരിലെ വിജയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. മണിപ്പൂരിലെ 2 സ്ഥലത്തും പണ്ട് കാലത്ത്, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കിട്ടേണ്ട മുട്ടനാടുകളെ കൊണ്ട് പരസ്പരം ഇടികുടിച്ച് രക്തം കുടിച്ച കുറുക്കനെ പോലെ ആ സംസ്ഥാനത്തെ BJP 2 സമുദായങ്ങളെ, കുക്കി മെയ്ത്തി വിഭാഗങ്ങളെ ഇടികൂടിച്ച് ആ രക്തം ഊറ്റിക്കുടിക്കുന്ന BJP എന്ന് പറയുന്ന കുറുക്കന് നേരെ ആ 2 സമുദായങ്ങളും ഒന്നിച്ചിടിച്ചു വീഴ്ത്തി.
2 സീറ്റും ഇന്നർ മണിപ്പൂരും ഔട്ടർ മണിപ്പൂരും 2 സീറ്റും അവിടെ കോൺഗ്രസ് ജയിച്ചിരിക്കുന്നു. ഉത്തർപ്രദേശിൽ BJPക്ക് വലിയ തിരിച്ചടി. കഴിഞ്ഞ തവണ SP അവിടെ ആകെ 37 സീറ്റിലാണ് മത്സരിച്ചത്. ഇത്തവണ SP ജയിച്ചത് 37 സീറ്റാണ്. കോൺഗ്രസ് ജയിക്കുന്നു, 6 സീറ്റിൽ കോൺഗ്രസ് ജയിച്ചു. അങ്ങനെ വലിയ രൂപത്തിൽ ഉത്തരേന്ത്യയിൽ മഹാരാഷ്ട്രയില് എത്ര വൃത്തികെട്ട രാഷ്ട്രീയമാണ് BJP മഹാരാഷ്ട്രയിൽ ചെയ്തത്. 2 പാർട്ടികളെ പിളർത്തിയില്ലേ. അവിടുത്തെ ശിവസേനയെ 2 വിഭാഗമാക്കി. അവിടെ ഷിൻഡെയുടെ നേതൃത്വത്തിലും അതേപോലെ താക്കറയുടെ 2 പാർട്ടിയാക്കി മാറ്റി. NCPയിലൊക്കെ ചെയ്ത കൊടും ക്രൂരത എന്താണ്? ശരത് പവാർ എന്ന് പറയുന്ന ഇന്ത്യയിൽ ഏറ്റവും തലയെടുപ്പുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഒരാള്, അദ്ദേഹം സ്ഥാപിച്ച് വളർത്തിയ രാഷ്ട്രീയ പാർട്ടിയെ 2 കഷണമാക്കി വെട്ടിപ്പിളർത്തിക്കൊണ്ട് എന്നിട്ട് ഇലക്ഷൻ കമ്മീഷൻ യാതൊരു നീതി പവാർ എങ്ങനെ NCP രൂപീകരിച്ചത്? പവാറാണല്ലോ. അതെ എങ്ങനെയാ NCP രൂപീകരിച്ചത്? NCP രൂപീകരിച്ചത് കോൺഗ്രസിൽ നിന്ന് പിളർന്ന് പുതിയൊരു പാർട്ടി ഉണ്ടാക്കി. പിളർത്തി തന്നെയാണ് രൂപീകരിച്ചത്. പാർട്ടി ഉണ്ടാക്കി, സമ്മതിച്ചല്ലോ. അതെ, സമ്മതിച്ചു. അദ്ദേഹം പിളർത്തി പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്നു. ഇവിടെ എന്താ ചെയ്തത്? കൂറുമാറ്റ നിരോധന നിയമത്തെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട്, പവാർ ചെയ്തതുപോലെ അല്ലല്ലോ ഇവിടെ പിളർത്തിയത്. ഇവിടെ കൂറുമാറ്റ നിരോധന നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പാർട്ടിയെ ഒരു അടിസ്ഥാനവുമില്ലാതെ ആ പാർട്ടിയെ 2 കഷണമാക്കുന്നു. നീതി കൊടുക്കണ്ടേ? ഏത് പാർട്ടി പിളരുമ്പോഴും കൂറുമാറ്റ നിരോധന നിയമം ബാധകമാണ്. ഇവിടെ അത് ബാധകമാക്കാതെ ഏകപക്ഷീയമായിട്ട് അദ്ദേഹത്തിന്റെ മരുമകനെ കൊണ്ട് ആ പാർട്ടി പിളർത്താൻ ശ്രമിച്ചു. ജനങ്ങൾ തിരിച്ചടി കൊടുത്തു. ഇന്ത്യയിലെ വലിയ 2 സംസ്ഥാനങ്ങളിൽ വലിയ തിരിച്ചടി കൊടുത്തു. ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും. ബീഹാറിലും മാറ്റം ഉണ്ടാവുകയായിരുന്നു. ബീഹാറിൽ എല്ലാ പാർട്ടികളും, അതായത് BJP, JDU, ചിരാഗ് പസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി തുടങ്ങിയ എല്ലാ പാർട്ടികളും, അതേപോലെ ഉപേന്ദ്ര കുശ്വാഹയുടെ പാർട്ടി, അതേപോലെ ജിതൻ റാം മഞ്ചിയുടെ പാർട്ടി, ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് വലിയൊരു നിര ഒരു ഭാഗത്തും തേജസ്വി യാദവ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ RJD മറുഭാഗത്ത് നടത്തിയ കോൺഗ്രസിന്റെ അവിടുത്തെ സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ്. ഞാൻ പലതവണ തെരഞ്ഞെടുപ്പ് ഇത്തവണ പോയിട്ടില്ലെങ്കിലും എനിക്കറിയാം. DCC ആഫീസ് പോലും തുറക്കാത്ത ജില്ലകൾ ബീഹാറിൽ കോൺഗ്രസിലുണ്ട്. അപ്പൊ അവിടെ RJD ആണ് ഏതാണ്ട് ഒറ്റയ്ക്ക് ആ പ്രചരണം ഏറ്റെടുത്തത്. എന്നിട്ട് അവിടെ 4, 3, 7, 9 സീറ്റ് അവിടെ പ്രതിപക്ഷം നേടി. അവിടെ 9 സീറ്റ് ബീഹാറിൽ ഈ പോരാട്ടത്തിനിടയിൽ പ്രതിപക്ഷത്തിന് നേടാൻ സാധിച്ചു. നിതീഷ് കുമാറിന്റെ ജനപിന്തുണ ഞാൻ കുറച്ച് കാണിക്കുന്നില്ല. സ്ത്രീകൾക്കിടയിൽ വലിയ വോട്ട് ബാങ്ക് അദ്ദേഹത്തിന്റെ സ്വാധീനമുണ്ട്. അതിനൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ 9 സീറ്റ് BJP മാത്രമായിരുന്നെങ്കിൽ അവിടെ തൂത്തുവാരിയായിരുന്നു. നിതീഷ് കുമാർ ഇപ്പുറമായിരുന്നെങ്കിൽ അവിടെ ഒരു സീറ്റ് പോലും BJP ജയിക്കാത്ത സാഹചര്യം വരികയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാല് നിതീഷ് കുമാർ രാഷ്ട്രീയമായിട്ട് ചാഞ്ചാട്ടം നടത്തി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് എന്താ പറയുക ജാഗ്രത കുറവുണ്ടായി. അദ്ദേഹത്തെ ഈ മുന്നണിയുടെ ഇന്ത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ, അദ്ദേഹത്തെ കൂടെ കൂട്ടി നിർത്തിയിരുന്നുവെങ്കിൽ. ഡൽഹിയിലേക്കുള്ള ആകാശയാത്രയിൽ നിങ്ങളുടെ നേതാവ് നിതീഷ് കുമാറിനോട് കാതിൽ പറഞ്ഞ എന്താണ്? തിരിച്ചു വരണമെന്നാണോ? ഏത് സമയം നിതീഷ് കുമാറിനെ നമുക്കറിയാമല്ലോ, പല തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടമുണ്ട്. അപ്പൊ അദ്ദേഹം ഏത് സമയവും വരും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ മടുത്താൽ ഇങ്ങോട്ട് വരും, ഇവിടെ മടുത്താൽ അങ്ങോട്ട് പോകുന്ന രാഷ്ട്രീയം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അദ്ദേഹം ഏത് സമയവും ഒരു പക്ഷേ ഇങ്ങോട്ട് വന്നേക്കാം. അദ്ദേഹം വന്നേക്കാം. ഞങ്ങളാരും നിരാശരൊന്നല്ല. ഏത് സമയവും മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ചന്ദ്രബാബു നായിഡു നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഇവിടെ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരെ, അതായത് ഏതാണ്ട് 4.5 ലക്ഷം വോട്ടിന് ജയിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ വാരാണസി നിയോജക മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് അവിടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഈ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ, അവിടെയുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ജാൻമാബി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മതവിദ്വേഷം ഉണ്ടാക്കിയിട്ട് വോട്ട് വർദ്ധിപ്പിക്കാനാണ് ശ്രമം നടത്തിയത്. അങ്ങനെ 7-8 ലക്ഷം വോട്ടിന് ജയിച്ചുകൊണ്ട് റെക്കോർഡ് സൃഷ്ടിക്കാൻ ശ്രമിച്ച ആള് ഏതാണ്ട് 1,40,000-ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അതും ഇന്ത്യ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഏതാണ്ട് എല്ലാ അംഗങ്ങളും അവിടെ ക്യാമ്പ് ചെയ്തു. അപ്പൊ വാരാണസിയിലെ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ഞാനത് നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞു, ഈ ജന ടിവിയുടെ ചർച്ചയിൽ. അവിടെയുള്ള ധാരാളം ശിവലിംഗങ്ങൾ കൊത്തിയെറിഞ്ഞു. അവിടുത്തെ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാ കൊറിഡോർ ഉണ്ടാക്കുന്ന സമയത്ത് ധാരാളം അവിടുത്തെ ആ പഴയ കാലത്തെ ഒരു മഹന്ത്, അദ്ദേഹത്തിന്റെ പേരെന്നോട് മറന്നു, വിശദമായ റിപ്പോർട്ട് ഫ്രണ്ട് ലൈൻ ഒരിക്കൽ പ്രസിദ്ധീകരിച്ചു. അവിടെയുള്ള എത്രയോ ശിവലിംഗങ്ങൾ കുത്തിയെറിഞ്ഞു അവിടെ വികസനം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ മതമോ അല്ലെങ്കിൽ ആരാധനയോ ഇതൊന്നുമല്ല പ്രശ്നം. അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വഴികളുണ്ട് അതുമായിട്ടാണ് നടക്കുന്നത്. അപ്പൊ അതൊക്കെ വാരാണസിയിലെ ജനങ്ങൾ തിരിച്ചടി കൊടുത്തു. വളരെ ചുരുങ്ങിയ വോട്ടിനാണ്
അല്ല സലീം മടവൂർ, അതേപോലെ ഇപ്പൊ യു പിയിൽ നേരത്തെ ജാതി കാർഡ് ഇറക്കി കളിച്ചതാരാ? ഏറ്റവും വളരെ സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ജാതി കാർഡ് ഇറക്കിയതാരാ? അല്ല, ജാതിക്കാർഡല്ലല്ലോ അവിടെ പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾ നിർത്തുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഞാൻ ഫൈസാബാദ് ജാതിക്കാർഡാണോ? അല്ല, ഫൈസാബാദ് നിങ്ങൾ പറയുന്നു ജാതിക്കാർഡ് NDA BJP വർഗീയ ധ്രുവീകരണം നടത്തിയെന്നൊക്കെ. നിങ്ങൾ ഇതൊന്നും നടത്തിയിട്ടില്ലേ? അല്ല, നേരെ വാ നേരെ പോ ആ മാർഗത്തിലാണോ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോയത്? ഒരിക്കലും പരസ്യമായിട്ടുള്ള ഒരു വിദ്വേഷ പ്രസംഗം എവിടെയും നടന്നിട്ടില്ല. ഇപ്പൊ ഇപ്പൊ രഹസ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒറീസയിൽ BJP മുന്നോട്ട് വരുമ്പോൾ നാണക്കേട് തോന്നാണ് എനിക്ക് ഒറീസയിൽ. കാരണം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി, ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ട പ്രതിജ്ഞ എടുത്തൊരു ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവനയാണ് ഒരു തമിഴ് ബാബുവിന്റെ കീഴിൽ നിങ്ങൾ ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം. അവിടുത്തെ ഒരു റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും പറയുന്നില്ല, ഒരിക്കൽ പറഞ്ഞുകൊണ്ട് VK പാണ്ഡ്യൻ എന്ന് പറയുന്ന അവിടുത്തെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി മുഖ്യമന്ത്രിയാവും. അത് അദ്ദേഹത്തിന് ആരോപണം ഉന്നയിക്കാം. ഒരു ഉദ്യോഗസ്ഥന് കീഴിൽ ജീവിക്കണമെന്ന് ചോദിക്കാം. പക്ഷെ ഒരു തമിഴ് ബാബുവിന്റെ കീഴിൽ ജീവിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വംശീയമായ വിവേചനം ഉണ്ടാക്കിയിട്ടാണ് ആ സംസ്ഥാനത്ത് അധികാരത്തിലേക്ക് എത്തുന്നത് ഒറീസയില്. അപ്പൊ ഒഡീഷയിലെ ആ വിജയത്തിനൊക്കെ എന്താ പറയാ, അതിന്റെ പുറകില് ഒരു വംശീയ വിവേചനത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു വേർതിരിവ്, ജനങ്ങളെ രണ്ടാക്കി തിരിക്കുന്ന ഒരു പ്രവർത്തനം കൂടെ അതിന്റെ പുറകിലുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ കോൺഗ്രസിന്റെ ഭാഗത്തുള്ള കുറെ പിഴവുകളാണ്, അല്ലെങ്കിൽ BJP ഇത്രയൊന്നും വരില്ല. ആന്ധ്രാപ്രദേശിനെ വെട്ടിമുറിച്ചത് യാതൊരു മാനദണ്ഡവും ഇല്ലാതെ വെട്ടിമുറിച്ച് ആന്ധ്രാപ്രദേശിലെ ജനങ്ങളെ മുഴുവൻ എതിരാക്കി. ആ സംസ്ഥാനത്ത് കോൺഗ്രസ് വേരോടെ പിഴുതെറിയപ്പെട്ടതാണ് പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ തിരിച്ചുവരവിനുള്ള പ്രധാനപ്പെട്ട ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. അതേപോലെ മധ്യപ്രദേശില് കമൽനാഥിനെ പോലെയുള്ള ആളുകൾ BJPയോട് നയങ്ങളിൽ അതേപോലെയുള്ള നയങ്ങളുമായിട്ട് മത്സരിച്ചു. അവിടെ BJPയുടെ വർഗീയ നയങ്ങളെ അധികാരത്തെ മതവുമായി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള രാഷ്ട്രീയത്തെ എതിർക്കുന്നതിന് പകരം അതിനേക്കാൾ മനോഹരമായി തനിക്ക് കളിക്കാൻ അറിയാവുന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അതിന്റെ ഫലം എന്താണ്? 2 വോട്ടും ഉണ്ടായില്ല, വിശ്വാസ്യത നഷ്ടപ്പെട്ടു, മുഴുവൻ സീറ്റുകളിലും അവിടെ കോൺഗ്രസ് പരാജയപ്പെട്ടു. അപ്പൊ ഇതൊക്കെ പഠിക്കേണ്ടത്. അതുകൊണ്ട് BJPയുടെ വിജയം എന്ന് പറയുന്നത് ഒരു പരാജയമാണ്, മൊത്തത്തിലെടുത്താൽ ഒരു പരാജയമാണ്. ശക്തമായ ഒരു പ്രതിപക്ഷം നേതൃനിരയും സംവിധാനവും ഈ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, കുറച്ചുകൂടെ നേരത്തെ രൂപീകരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരെ വലിയൊരു വിധി വരുമായിരുന്നു. പല സംസ്ഥാനങ്ങളിലും മത്സരിക്കാൻ പോലും സാധിച്ചില്ല. നമുക്കറിയാമല്ലോ, സ്ഥാനാർത്ഥികളെ ഗുജറാത്തിലെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ അനുവദിക്കാതെ ഒരു ഭരണകക്ഷി ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? മത്സരം വേണം. എല്ലാ നിയോജകമണ്ഡലങ്ങളിലും മത്സരിക്കാൻ അവസരം കൊടുക്കുക വേണ്ടത്. നിങ്ങൾ കേരളത്തിലെ പല മുനിസിപ്പാലിറ്റിയിലും BJPക്ക് മത്സരിക്കാൻ സമ്മതിക്കുന്നില്ല, കോളേജുകളിൽ SFI അനുവദിക്കുന്നില്ല എന്ന് സമരം ചെയ്ത ആളുകളല്ലേ BJPയുടെ ആളുകൾ. ആ ആളുകൾ എന്തേ ആ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ തട്ടിക്കൊണ്ടുപോവുകയും അവർക്ക് പ്രലോഭനങ്ങൾ കൊടുക്കുകയും പല സംസ്ഥാനങ്ങളിലും മത്സരമില്ലാത്തതിന് ദുഃഖിക്കുകയാണ് വേണ്ടത്. തട്ടിക്കൊണ്ടുപോയതല്ല, അവരെ ആ സമയം അദ്ദേഹത്തിന്റെ ആ ഗുജറാത്തിലെ സ്ഥാനാർത്ഥിയെ പെട്ടെന്ന് കാണാതായി പോയില്ലേ, മധ്യപ്രദേശിലെ സ്ഥാനാർത്ഥി. അദ്ദേഹം പിന്നീട് മറുഭാഗം പൊങ്ങിയത് തട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞാല് തലയും മൂടി കെട്ടിക്കൊണ്ടുപോയി എന്നല്ല, അവരെ പെട്ടെന്ന് പ്രലോഭനങ്ങൾ വീഴ്ത്തിക്കൊണ്ട് സ്ഥാനാർത്ഥികളെ നിങ്ങൾ അവിടുന്ന് പിൻവലിപ്പിച്ചു, അങ്ങനെ ജയിച്ചു. അപ്പൊ അതൊക്കെ നമ്മൾ ദുഃഖിക്കേണ്ട കാര്യം. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പൊ ഇന്ത്യ ഉണ്ടോ? ഇന്ത്യ ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നാ പറഞ്ഞു വന്നത്. അപ്പൊ ഇന്ത്യ അലിയൻസ് ഇല്ല, അപ്പൊ ഇന്ത്യ ഉണ്ടല്ലോ അല്ലേ ഇപ്പോ? ചോദ്യം കേട്ടില്ല. അല്ല, INDIA ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ INDIA അധികാരത്തിൽ എത്തിയിട്ടില്ല. CPM ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ലെന്നാണ്. അതെ, അല്ല, അത് ആ ഒരു പ്രയോഗം എന്ന് പറഞ്ഞാല് ഇന്ത്യയിൽ മതേതര ബദൽ വന്നാൽ മാത്രമേ യഥാർത്ഥ ഇന്ത്യ എന്ന മതേതര ഇന്ത്യ അത് സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് നിലനിർത്തണമെങ്കിൽ ഒരു മതേതര ഗവൺമെന്റ് ആണ് വരേണ്ടത്. നിങ്ങൾ ഈ മതേതരത്വം, മതനിരപേക്ഷത ഇതൊക്കെ ഉയർത്തിപ്പിടിച്ചാണോ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുന്നത്? താങ്കൾ നേരത്തെ പറഞ്ഞു എന്തായാലും കേരളത്തിൽ ഈ തിരിച്ചടി ഉണ്ടായാലും ഞങ്ങളിനി ഞങ്ങളുടെ നിലപാടോ നയമോ മാറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഈ മതേതരത്വം ഒക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണോ പോകുന്നത്? ഇതൊക്കെ സാധാരണക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അല്ല, അതുകൊണ്ടാണല്ലോ BJPയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചത്. അല്ലാന്ന് പറയാൻ പറ്റുമോ സലീം മടവൂർ? അല്ല, ഇത് നയപരിപാടികൾ അല്ല, അത് BJP തെറ്റായിട്ട് ആളുകളോട് പ്രചരണം നടത്തിയ ആ പ്രചരണത്തെ കൗണ്ടർ ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ ഞാൻ പറയാം, ഇപ്പൊ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ സമരം ചെയ്യുന്ന സമയത്ത് BJP വീടുകളിൽ കയറിയിട്ട് തെറ്റായിട്ട് പ്രചരണം നടത്തിയിട്ടുണ്ട്. എന്താ പ്രചരണം നടത്തിയത്?
ഇന്ത്യയിലേക്ക് പാകിസ്ഥാനിൽ നിന്നൊക്കെ വരുന്ന ഹിന്ദുക്കൾക്ക് പൗരത്വം കൊടുക്കുന്നതിനെ ഇവിടുത്തെ പ്രതിപക്ഷം എതിർക്കുന്നു എന്നൊരു പ്രചരണം നടന്നു. അത് തെറ്റായ പ്രചരണമാണ്. അതിനെ ആരും എതിർത്തിട്ടില്ല. പാകിസ്ഥാനിൽ നിന്ന് വർഷങ്ങൾ അല്ല, നിങ്ങൾ കൗണ്ടർ ചെയ്തല്ലോ, നിങ്ങളും ഇറങ്ങിയല്ലോ, ഞാൻ പറയട്ടെ, ലീഫ്ലെറ്റുകളായിട്ട് നിങ്ങളും വീട് തോറും കയറി ഇറങ്ങിയല്ലോ. സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ഇന്ത്യയിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും ബുദ്ധന്മാരും ജൈനന്മാരും പാഴ്സികളും ഒക്കെ വരുന്നുണ്ട്. ആർക്കെങ്കിലും പൗരത്വം കൊടുക്കാതെ മടക്കി വിട്ടിട്ടുണ്ടോ? വിട്ടിട്ടില്ല. എല്ലാവരെയും സംരക്ഷിച്ചിട്ടുണ്ട്. അതിർത്തി സംസ്ഥാനങ്ങളിലെ ജില്ലാ കലക്ടർമാർക്ക് ലോങ് ടേം വിസ കൊടുക്കാനുള്ള അധികാരം കൊടുത്ത് സംരക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇത് ആദ്യമായി ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് BJP നടത്തിയ പ്രചരണങ്ങളിൽ, സോഷ്യൽ മീഡിയ പ്രചരണങ്ങളിൽ, പിന്നെ പണക്കൊഴുപ്പ്, ഇതിലൊക്കെ കുറെ ആളുകൾ വീണുപോയിരിക്കാം, തെറ്റിദ്ധരിച്ചിരിക്കാം. അപ്പൊ അതുകൂടെ തിരുത്തിക്കൊണ്ട് നയങ്ങളുടെ വ്യക്തത വരുത്തിക്കൊണ്ടുള്ള പ്രചരണമാണ് ഇനി ഉണ്ടാവുക. അല്ലാതെ BJPന്റെ അടുത്തുനിന്ന് അധികാരം പിടിക്കാൻ വേണ്ടി കുറച്ചുകൂടെ BJPയുടെ നയങ്ങൾ ഞങ്ങൾ കുറച്ച് അതുപോലെ ഞങ്ങൾ തുടങ്ങാന്നുള്ള ഏർപ്പാടൊന്നുമില്ല. നിലപാടുകളാണ് പ്രധാനം. അപ്പൊ അതുകൊണ്ട് ഈ രാജ്യത്ത് മതപരമായി ജനങ്ങളെ വേർതിരിക്കുന്നതിന് വലിയൊരു തിരിച്ചടി BJP കിട്ടി എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഈ ഫൈസാബാദിലൊന്നും സംഭവിക്കില്ലല്ലോ. ഫൈസാബാദിലെ, അയോധ്യയുള്ള ഫൈസാബാദിലെ പരാജയം, അതേപോലെ തന്നെ ഈ വാരാണസിയിൽ ഈ കാശി വിശ്വനാഥ ക്ഷേത്രം നിലനിൽക്കുന്നത്, അവിടെ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇപ്പൊ വാരാണസിക്ക് ഒരു പ്രത്യേകതയുണ്ട്. വാരാണസിയിൽ 1962 തെരഞ്ഞെടുപ്പില് മത്സരിച്ചത് ഡോക്ടർ റാം മനോഹർ ലോഹിയാണ്. സോഷ്യലിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് വാരാണസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദളിതർക്ക് പ്രവേശനം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യലിസ്റ്റ് പാർട്ടി പ്രമേയം പാസ്സാക്കിയപ്പോ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞു, സോഷ്യലിസ്റ്റ് പാർട്ടിയെ നിലംതൊടിക്കരുത്, പരാജയപ്പെടുത്തണം. അങ്ങനെ ഒരു മൂവ്മെന്റ് വന്നപ്പോൾ ലോഹി ആ മൂവ്മെന്റ് വെല്ലുവിളി ഏറ്റെടുത്തു. ജയിക്കാവുന്ന മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിന് പകരം വാരാണസിയിൽ പോയി മത്സരിച്ചു, പരാജയപ്പെട്ടു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ നിലപാട് മാറ്റിയോ? മാറ്റിയില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് 60% സംവരണം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നുകൂടെ ശക്തമായി ഉന്നയിച്ചു ഡോക്ടർ റാം മനോഹർ ലോഹിയ. അങ്ങനെ ഫുൽപൂരിലാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നെഹ്റുവിനെതിരെ മത്സരിച്ചത്. അപ്പൊ അതാണ് രാഷ്ട്രീയം. നമ്മൾ എന്തെങ്കിലും നിലപാടിൽ 4 വോട്ട് കുറഞ്ഞു പോയതിന്റെ പേരിൽ ഞങ്ങളിതാ നിലപാട് മാറ്റി, BJPക്ക് വോട്ട് കിട്ടിയത് ഇന്ന നയം കൊണ്ടാണ്, ഇനി ഞങ്ങളും അത് ഏറ്റെടുക്കട്ടെ എന്ന് വിചാരിക്കുന്നത് അത് മണ്ടത്തരവും വിഡിത്തവുമാണ്. അങ്ങനെ തിരിച്ച് നിലപാടുകൾ മാറിക്കൊണ്ട് 4 സീറ്റിന് ശ്രമിക്കുന്ന രാഷ്ട്രീയം അല്ല ഞങ്ങളുടേത്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഇടതുപക്ഷം വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അത് വോട്ട് കിട്ടിയാലും ജയിച്ചാലും 10 സീറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും ഭരണം കിട്ടിയാലും ഇല്ലെങ്കിലും നിലപാട് മാറ്റില്ല. ഓക്കെ, നയസമീപനങ്ങളിൽ മാറ്റം വരുത്തില്ല. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, മറുപടി നൽകാൻ പലതും ഉണ്ട്, പല ചോദ്യങ്ങളും സലീം മടവൂരി തന്നെ ഇട്ട് തന്നിട്ടുണ്ട്. ഞാൻ അതിലോട്ട് കടക്കുന്നില്ല.